എത്രയൊക്കെ നോക്കിയാലും മരിച്ചവരുടെ കണക്കെടുത്താലും അതുപോലെ തന്നെ സ്ഥലം മാറിപ്പോയവരുടെ കണക്കെടുത്താലും ഇനി കണ്ടെത്താൻ കഴിയാത്തവരുടെ കണക്കെടുത്താലും ഒരു മണ്ഡലത്തിൽ മാത്രം 50,000-ത്തിലധികം ആളുകൾ ഒഴിവാക്കപ്പെടുമോ എന്ന് ചോദ്യമുണ്ട്. അത് പ്രത്യേകിച്ച് BJP ശക്തി കേന്ദ്രങ്ങളിൽ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 1ഉം 2ഉം സ്ഥാനങ്ങളിലും ഒക്കെ എത്തിയ നിയമസഭാ മണ്ഡലങ്ങളിലാണ് ഈ ഒരു അവസ്ഥ എന്നുള്ളതാണ്. അപ്പോൾ ആ പട്ടിക പരിശോധിക്കുമ്പോൾ, ആ കണക്ക് നോക്കുമ്പോൾ എത്രത്തോളം അസ്വാഭാവികത, അസാധാരണത്വം ഫീൽ ചെയ്യുന്നുണ്ട്? ദിവ്യ, വലിയ അസാധാരണത്വവും അസ്വാഭാവികതയുമാണ് കണക്കുകൾ സൂചിപ്പിക്കുമ്പോൾ, കണക്കുകൾ മുന്നിൽ വെക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത്. ഈ BJP കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJP 1ാം സ്ഥാനത്തെത്തിയ നിയമസഭാ മണ്ഡലങ്ങളിൽ വലിയ ഈ SIRമായി ബന്ധപ്പെട്ട ഒഴിവാക്കപ്പെട്ടവരുടെ കണക്ക് പ്രസിദ്ധീകരിച്ചതിൽ വലിയ അസാധാരണത്വം ഫീൽ ചെയ്തിരുന്നു. അതിൻ്റെ കണക്കുകൾ സഹിതം മീഡിയ വൺ എല്ലാ മണ്ഡലങ്ങളുടെയും കണക്കുകൾ പ്രസിദ്ധീകരിക്കുകയും ചെയ്തിരുന്നു. ഇപ്പോൾ തിരുവനന്തപുരം ജില്ലയിലെ 5 മണ്ഡലങ്ങളിലാണ് BJP നിയമസഭാ മണ്ഡലങ്ങളിലാണ് BJP 1ാമതെത്തിയത്. തിരുവനന്തപുരം പാർലമെന്റ് മണ്ഡലത്തിലെ കഴക്കൂട്ടം, വട്ടിയൂർക്കാവ്, നേമം, ആറ്റിങ്ങൽ മണ്ഡലത്തിലെ ആറ്റിങ്ങൽ, കാട്ടാക്കട മണ്ഡലത്തിലായിരുന്നു BJP 1ാമതെത്തിയത്. ഈ മണ്ഡലങ്ങളിൽ ഒഴിവാക്കപ്പെട്ടവരുടെ പട്ടികയിൽ BJP ഒഴിവാക്കപ്പെട്ടവരുടെ പട്ടികയിൽ കൂടുതലാണെന്നുള്ള വിവരങ്ങൾ മീഡിയ വൺ നേരത്തെ പുറത്തുവിട്ടിരുന്നു. എന്നാൽ ബൂത്തുകളിലേക്ക് ഇറങ്ങിച്ചെല്ലുമ്പോൾ, BJPക്ക് സ്വാധീനമുണ്ടായ ബൂത്തുകളിലേക്ക് ഇറങ്ങിച്ചെല്ലുമ്പോൾ ഈ അസാധാരണത്വം ഒന്നുകൂടി വർദ്ധിപ്പിക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. നേമത്ത് 22,000-ത്തിലധികം ഭൂരിപക്ഷത്തിലാണ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഭൂരിപക്ഷം രാജീവ് ചന്ദ്രശേഖർ ശശി തരൂരിനേക്കാൾ നേടിയിരുന്നു. നേമത്തെ ആദ്യത്തെ 1 മുതൽ 10 വരെയുള്ള ബൂത്തുകളിൽ BJPക്ക് മുന്നേറ്റമുള്ള 5 ബൂത്തുകൾ മാത്രം എടുത്ത് പരിശോധിക്കുമ്പോൾ 941 വോട്ടർമാർ അൺട്രേസബിൾ ആൻഡ് ആബ്സെന്റ് വിഭാഗത്തിൽ പുറത്തു പോയതായിട്ട് നമുക്ക് കാണാൻ കഴിയും. ഈ മണ്ഡലത്തിൽ പെർമനൻ്റ്ലി ഷിഫ്റ്റ് ആയിട്ടും ഡ്യൂപ്ലിക്കേഷൻ വന്ന ആളുകളുടെ കണക്ക് അപ്പുറത്തേക്കുള്ള കണക്കാണ് അൺട്രേസബിൾ ആൻഡ് ആബ്സെന്റ് വിഭാഗത്തിലായിട്ട് നമുക്ക് കാണാൻ കഴിയുക. അതിനപ്പുറത്തേക്ക് വട്ടിയൂർക്കാവും കഴക്കൂട്ടത്തും ഇത്തരത്തിൽ ബൂത്തുകളിൽ പരിശോധന നടത്തുമ്പോൾ വട്ടിയൂർക്കാവ് ഒരു ബൂത്തിൽ മാത്രം 292 പേർ അൺട്രേസബിൾ ആൻഡ് ആബ്സെന്റ്, അതായത് ഈ വോട്ടർമാർക്ക്, ഈ BLOമാർക്ക് ഫോം പോലും വിതരണം ചെയ്യാൻ കണ്ടെത്താൻ കഴിയാത്ത ആളുകളുടെ വിഭാഗത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്ന ഞെട്ടിക്കുന്ന വിവരങ്ങളാണ്. ബൂത്ത് അടിസ്ഥാനത്തിൽ ഈ വിവരങ്ങൾ അൺട്രേസബിൾ ആൻഡ് ആബ്സെന്റ് വിഭാഗത്തെ മാത്രം കേന്ദ്രീകരിച്ച് നമ്മൾ നടത്തിയ ഒരു അന്വേഷണത്തിൽ നമുക്ക് കണ്ടെത്താൻ കഴിയുന്നത്. കഴക്കൂട്ടത്തും ഇത്തരത്തിൽ 5-ൽ കൂടുതൽ ബൂത്തുകളിൽ 300-നടുത്ത് ആളുകൾ അൺട്രേസബിൾ ആൻഡ് ആബ്സെന്റ് വിഭാഗത്തിൽ ഉൾപ്പെട്ടതായി നമുക്ക് കാണാൻ കഴിയും. കഴിഞ്ഞ 2014 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്ത ആളുകൾ, ഓരോ ബൂത്തിലും ഇത്രയും ആളുകൾ എവിടെ പോയി? 2025 SIR നടപടിക്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഇത്രയും ആളുകൾ എവിടെ പോയി? ഇത്രയും ആളുകൾക്ക് എന്തുകൊണ്ട് BLOമാർക്ക് കണ്ടെത്താൻ കഴിയുന്നില്ല എന്നുള്ളൊരു ചോദ്യമാണ്, രാഷ്ട്രീയ ചോദ്യമാണ് ഉയരുന്നത്. ഇന്നലെ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറുടെ വാർത്താ സമ്മേളനത്തിൽ ഈ അസാധാരണത്വം നമ്മൾ സൂചിപ്പിച്ചിരുന്നു. അപ്പോൾ പരിശോധിക്കാം എന്നുള്ളൊരു മറുപടി മാത്രമാണ് കമ്മീഷന്റെ ഭാഗത്ത് ഉണ്ടായത്. വാലിഡായ പരാതികൾ രാഷ്ട്രീയ നേതൃത്വത്തിന്റെ ഭാഗത്ത് നിന്ന് ലഭിക്കുകയാണെങ്കിൽ ഇത്തരത്തിലുള്ളൊരു പരാതി അന്വേഷിക്കും എന്നൊരു മറുപടി മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രക്തൻ യുഗേൽക്കർ നൽകിയിട്ടുണ്ട്. ഏതായാലും BJP ഏറ്റവും കൗതുകകരമായ ഒരു കാര്യം ദിവ്യ സൈഫുദ്ദീൻ ഈ വിഷയത്തിലുള്ളത്, BJPക്ക് തങ്ങൾക്ക് സ്വാധീനമുള്ള ഈ മണ്ഡലങ്ങളിൽ ഇത്രയും ആളുകൾ ഒഴിവാക്കപ്പെട്ടിട്ട് ഒരു ആശങ്കയും ഇതുവരെ BJP നേതൃത്വമോ ഒരു ഉത്തരവാദിത്തപ്പെട്ട രാഷ്ട്രീയ നേതൃത്വം എന്ന നിലയിൽ ഈ വിഷയം അവർക്ക് ആശങ്കയില്ല എന്നുള്ളൊരു കാര്യം ഈ വിഷയത്തിലെ ഒരു കൗതുകം മാത്രമായി ബാക്കി നിൽക്കുന്നു. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തിരുവനന്തപുരം ജില്ലയിൽ 5 മണ്ഡലങ്ങൾ എടുത്തു കഴിഞ്ഞാൽ 5 മണ്ഡലങ്ങളിലാണ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJPക്ക് 1ാമതെത്തിയത്. ഈ 5 മണ്ഡലങ്ങളിലും ബൂത്ത് അടിസ്ഥാനത്തിൽ നമ്മളൊരു ശ്രമകരമായ ഒരു ദൗത്യം തന്നെയായിരുന്നു ഇതിൻ്റെ ഭാഗമായിട്ട് നടത്തിയത്. കാരണം അൺട്രേസബിൾ, ഷിഫ്റ്റഡ് എന്നൊക്കെ പറഞ്ഞുള്ളൊരു സെപ്പറേറ്റ് കണക്കുകൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അവരുടെ
ഈ പുറത്താക്കപ്പെട്ടവരുടെ ലിസ്റ്റിൽ പ്രത്യേകമായി ഉൾപ്പെടുത്തിയിരുന്നില്ല. അതിനപ്പുറത്തേക്ക് കമ്മീഷൻ പുറത്തുവിട്ട ബൂത്ത് അടിസ്ഥാനത്തിൽ ഓരോ മണ്ഡലത്തിലും 200-ൽ പരം ബൂത്തുകൾ ഉണ്ടാകും. അതിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ മാനുവലായി എടുത്ത അൺട്രേസബിൾ ആൻഡ് ആബ്സെന്റ് വിഭാഗത്തിലെ കണക്കുകൾ പരിശോധിക്കുമ്പോഴാണ് ഈ അസാധാരണത്തിന്റെ ആഴം, ഈ ദുരൂഹതയുടെ ആഴം പുറത്തു കൊണ്ടുവരാൻ ജനങ്ങളെ അറിയിക്കാൻ വല്ലാത്തൊരു ഹാർഡ് വർക്ക് തന്നെ നമ്മുടെ റിപ്പോർട്ടർമാരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട്.